ചായ നീ അകത്തു കൊടുക്ക്, എന്നിട്ട് മതി. ഇവിടെ വെക്കട്ടെ മാഡം? അവിടെ മറിയാണ്ട് വെച്ചോ. സാറേ, കൂടെ നടന്ന് ചതിച്ചതാ സാറേ. എൻ്റെ മോന് ഈ കേസുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എങ്ങനെയെങ്കിലും ഒന്ന് SI സാറിനോട് പറയും സാറേ. അവളെ കൊന്ന് കെട്ടിത്തൂക്കിയേച്ച് പുണ്യാളം കളിക്കുന്നു. ഇനി പറ, നിനക്കിവിടെ കിടന്ന് ചാകണോ അതോ കൊന്നത് നീയാണെന്ന് ഏൽക്കുന്നോ? തല പോയാലും ഞാൻ ചെയ്യാത്തോട്ട് ഞാൻ ഏക്കില്ല സാറേ. എന്നെ കൊന്നാലും ഞാൻ ഏക്കില്ല. എടാ, നിനക്കിപ്പോഴും 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ കുറ്റമേൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഡീല്. സാറേ, ചത്താലും അത് രണ്ടും ഈ ടീച്ചിങ് കൂട്ടു വയ്ക്കുന്നില്ല. ഇനി ഒന്നും നോക്കണ്ട, തല്ലി കൊല്ലടാവനെ. എന്നെ കൊന്നു സാറേ. എന്നാലും ഞാൻ സമ്മതിക്കുന്നില്ല. എന്നെ കൊന്നു. മതിയടാ, ഇനി തല്ലി അവൻ ചത്തുപോകും. എന്നെ എത്ര തല്ലിയാലും ആ കുറ്റം ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ടിഞ്ചുവിനെ കൊന്ന ഞാനല്ല. എൻ്റെ ടിഞ്ചുവിനെ കൊന്ന ഞാനല്ല. ഇത് ടിഞ്ചു. ഭർത്താവുമായി പിരിഞ്ഞ പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ വെച്ച് ഭർത്താവിനും വീട്ടുകാർക്കുമൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് താൻ കുഞ്ഞുനാൾ മുതൽ സ്നേഹിച്ച ടിജിനൊപ്പം പോകാനാണ് താല്പര്യമെന്നറിയിച്ച് ഇറങ്ങി വന്ന 26-കാരി. പുഷ്പഗിരി ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്ന ടിഞ്ചു കഴിഞ്ഞ 6 മാസമായി താൻ സ്വപ്നം കണ്ടിരുന്ന ജീവിതം ടിജിനൊപ്പം സന്തുഷ്ടമായി ജീവിച്ചു പോരുകയാണ് ഇവിടെ. ടിഞ്ചു, ഞാൻ ഇറങ്ങുവാണേ. അയ്യോ പോകല്ലേ, ദാ വരുന്നു. ഇത് ടിജിൻ, ഒരു സാധാ ഓട്ടോക്കാരൻ, പത്തനംതിട്ടക്കാരൻ. ടിഞ്ചുവിനെ പോലെ തന്നെ വിവാഹിതനാണ്, ഭാര്യയുമായി പിരിഞ്ഞ് ജീവിക്കുന്നയാളുമാണ്. ഒന്ന് പറഞ്ഞാൽ 2 പേർക്കും ഇതൊരു പുതിയ ജീവിതമാണ്. അവർ വർഷങ്ങളോളം ആഗ്രഹിച്ച ഒരു പുതുജീവിതം. എടാ, എന്തായിരുന്നു നീ ഇറങ്ങുമല്ലേ? ഞങ്ങളെ കൂടെ കവലിലേക്കൊന്ന് ഇറക്കിക്കോ. ഇതാണ് ടിജിന്റെ അപ്പൻ ഔസേപ്പച്ചൻ. കൂടെയുള്ളത് ടിജിന്റെ കുഞ്ഞു മകനാണ്. കുറെ കാലം കൂടി ഒരല്പം ദൂരേക്ക് ഹരിപ്പാടേക്ക് ഓട്ടം പോവുകയാണ് ടിജിൻ. ഔസേപ്പച്ചനും കൊച്ചുമോനും ആകട്ടെ പൊൻകുന്നത്തെ ഒരു ബന്ധു വീട്ടിലേക്കും ഇറങ്ങാൻ നിൽക്കുന്നു. ടിഞ്ചു ആകട്ടെ ഇവരെ പറഞ്ഞു വിടാനുള്ള തിരക്കിലും. ടിജിനെ, ഞാൻ കാലത്തിന് വന്നിട്ടുണ്ട്. ഇതില് ഏതാടാ ഉരുപ്പടി? ഇത് നസീർ. നസീർ എന്ന് പറഞ്ഞാൽ പുലാഞ്ഞിപ്പാറക്കാർക്ക് മനസ്സിലാകണമെന്നില്ല, നെയ്മോൻ എന്ന് തന്നെ പറയണം. സ്ഥലത്തെ പ്രധാന തടിക്കച്ചവടക്കാരനും മരപ്പണിക്കാരനുമായ ഇയാളെ അങ്ങനെയാണ് നാട്ടുകാർ വിളിക്കുന്നത്. അയ്യോടാ നെയ്മോനെ, നിന്നോടൊന്ന് വരാൻ പറഞ്ഞ് ഞാൻ മറന്നുപോയി. ഇന്നിവിടെ ഞങ്ങൾ ആരുമില്ല. നിനക്ക് നാളെ വരാൻ പറ്റുമോ? അതെന്നെ പരിപാടിയാടാ പോയി കാണിച്ചേ. മരമുണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ ഒരു ദിവസം പണിയാ പോയെ. ആ പോട്ട്, എന്നാണേലും നീ ഇറങ്ങുമല്ലേ, തൽക്കാലം എന്നെയും കൂടി അങ്ങോട്ട് ആക്കിയിര്, ആ കവല വരെ. ഇവിടെ ഇരുന്ന് തൂങ്ങാതെ തന്റെ മോനെ വിളിച്ചിട്ട് പോകാൻ നോക്കും. ഒരു ദുസ്വപ്നത്തിൽ നിന്നെന്ന പോലെയാണ് ഔസേപ്പച്ചൻ ആ വിളി കേട്ട് ചാടി എഴുന്നേൽക്കുന്നത്. രാവിലെ 10:30 എത്തിയതാണ്. മകനെയും തന്നെയും ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പെരുമ്പട്ടി പോലീസ് വിളിച്ചു വരുത്തിയത്. എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് തീരെ പന്തിയല്ലാതെയാണ് പോകുന്നത്.
ടിഞ്ചു ആത്മഹത്യ ചെയ്തതിന് ടിജിനെയും ഔസേപ്പച്ചനെയും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താനാണ് നീക്കങ്ങളൊക്കെയും നടക്കുന്നത്. പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് തന്റെ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയുടെ പെട്ടെന്നുള്ള ആ മരണവും ഇപ്പോൾ നേരിടേണ്ടി വരുന്ന സംശയത്തിന്റെ നോട്ടങ്ങളും ആ വൃദ്ധനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അകത്തെന്തായിരുന്നു ഈ മൂവന്തിയോളം നടന്നതെന്ന് അവർക്കറിയില്ല. രാവിലെ മകനുമായി പോയതാണ് പോലീസുകാരൻ. അവസാനം ഇരുട്ട് വീണപ്പോഴാണ് പോലീസുകാരൻ ഔസേപ്പച്ചനെ വന്ന് വിളിക്കുന്നത്. കൂടെ അവർക്ക് താങ്ങായി കൂട്ടുവന്ന നസീറുമുണ്ട്. മകനെ തിരഞ്ഞു ചെന്ന ആ അച്ഛന്റെ കണ്ണുകൾ ഡ്രസ്സിംഗ് മുറിയിലെ ആ കോണിലേക്ക് ഒരൊറ്റ തവണ മാത്രമേ നോക്കിയുള്ളൂ. ആ ഹൃദയം അത്ര കണ്ട് മുറിവേൽക്കാൻ കരയാൻ ആ കാഴ്ച തന്നെ ധാരാളമായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ആ ചെറുപ്പക്കാരൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാതെ വെച്ച് വീഴാനൊരുങ്ങുന്നു. എന്താ അപ്പം നമുക്കിങ്ങനെ? നസീർക്ക, നിങ്ങളും കണ്ടതല്ലേ എത്ര സന്തോഷത്തോടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എന്നെ ഉണ്ടായേ? എന്റെ കർത്താവേ, എന്റെ ടിഞ്ചു, നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ? അന്നേ ദിവസം, അതായത് കൃത്യം 24 മണിക്കൂറുകൾക്ക് മുൻപ് പുല്ലാഞ്ഞിപ്പാറയിലെ ആ വീട്ടിലേക്ക് ആദ്യം മടങ്ങിയെത്തിയത് ഔസേപ്പച്ചനും കൊച്ചുമോനുമാണ്. ആദ്യം കോളിംഗ് ബെൽ അടിച്ചെങ്കിലും അനക്കമൊന്നുമില്ല. ചിലപ്പോൾ കുളിക്കുകയായിരിക്കും ടിഞ്ചു. കുളിമുറിക്കരികിലേക്ക് ചെന്നെങ്കിലും അവിടെയും അനക്കമൊന്നുമില്ല. പിന്നിലെ അടുക്കള വാതിലിന്റെ മുകൾ പാളി മാത്രം തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ഒരുപക്ഷെ ആൾ അകത്ത് തന്നെ ഉണ്ടാകണമെന്ന് ഔസേപ്പച്ചൻ ഉറപ്പിച്ചു. എങ്കിൽ പിന്നെ ഇനി ആ കതകില്ലാത്ത ജനലിന്റെ അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കാം. ഔസേപ്പച്ചൻ അങ്ങോട്ടേക്ക് ചെന്നു. ജനൽപാളി ഇല്ലാത്തത് കൊണ്ട് തന്നെ മറച്ചു വെച്ചിരുന്ന ആ പ്ലാസ്റ്റിക് ഷീറ്റും അകമെയുള്ള കർട്ടനും മാറ്റി ഔസേപ്പച്ചൻ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ടിഞ്ചു മോളെ, പാലുന്നടി ടിഞ്ചു. അനക്കമില്ല. ഇനി പുറത്തേക്കെങ്ങാനും പോയി കാണുമോ? ഒന്നുകൂടി ബെല്ലടിച്ചു നോക്കാം. ഇതും പറഞ്ഞ് പതിയെ ഒന്ന് തിരിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അയാളുടെ കണ്ണിൽ ആ കാഴ്ച ഉടക്കിയത്. വലതുവശത്തെ കട്ടിലിൽ ആരോ നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ. ഔസേപ്പച്ചൻ പതിയെ ആ കർട്ടൻ ഒന്നുകൂടി മാറ്റി നോക്കിയപ്പോഴാണ് അതാ നിൽക്കുന്നു ടിഞ്ചു. ആഹാ, നീ ഇവിടെ ഒളിച്ചു നിൽക്കാണല്ലേ? പറ്റിക്കാനുള്ള പരിപാടിയാ? മറുപടിയില്ല. ഔസേപ്പച്ചൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ടിഞ്ചു ആ കട്ടിലിന് മുകളിൽ നിൽക്കുകയാണ്. പക്ഷെ ആ നിൽപ്പ് അല്പം വളഞ്ഞ് മുന്നോട്ടൊട്ടും പന്തിയല്ലാത്ത രീതിയിലുള്ളൊരു നിൽപ്പ്. തൊട്ടടുത്ത നിമിഷം അയാൾ കണ്ടത് മറ്റൊന്നായിരുന്നു. തൊട്ടു മുന്നിലുണ്ടായിരുന്ന അലമാരയുടെ കണ്ണാടിയിൽ കണ്ട തെളിഞ്ഞ ആ രൂപം, ടിഞ്ചുവിന്റെ രൂപം. ഒരൊറ്റ മുണ്ടിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ടിഞ്ചുവിന്റെ രൂപം. ടിഞ്ചു മോളെ, ടിഞ്ചു. രാവിലെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും യാത്രയാക്കിയ ആ യുവതി എന്തിന് ആത്മഹത്യ ചെയ്തു? പലവിധ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒന്നിച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ചിറങ്ങി വന്ന ടിഞ്ചു എന്തിനാ കടുങ്കൈ ചെയ്തു? ചോദ്യങ്ങൾ ഔസേപ്പച്ചന്റെ മനസ്സിൽ കുമിഞ്ഞുകൂടിയതുപോലെ പതിയെ ആ വാർത്തയറിഞ്ഞ് ഒരു ജനസഞ്ചയം തന്നെ അവിടെ തടിച്ചുകൂടി. ഇനി ഇക്കാര്യം ടിജിനെ അറിയിക്കണം. ആവതില്ലാതിരുന്നിട്ടും ഔസേപ്പച്ചൻ തന്നെ അതിന് മുൻകൈയെടുത്തു. താങ്ങാനാവാത്ത ഹൃദയഭാരവുമായാണ് ടിജിൻ ആ വീടിനകത്തേക്ക് കാലെടുത്ത് വെച്ചത്. തന്റെ മകനെയും ചേർത്തു പിടിച്ച് നെഞ്ചുപൊട്ടി ഉറക്കെ അയാൾ നിലവിളിച്ചവിടെ കോടിയെത്തിയപ്പോഴും ചുറ്റിലുമുള്ള നോട്ടങ്ങൾ ഒരിക്കൽ പോലും അയാളെ ആശ്വസിപ്പിക്കുന്നതോ അയാളുടെ വേദനയോട് ചേർന്ന് നിൽക്കുന്നതോ ആയിരുന്നില്ല. മറിച്ച് അത് ലക്ഷ്യം വെച്ചത് മറ്റൊന്നായിരുന്നു. അപ്പനും മോനും കൂടി കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിട്ട് മോങ്ങുന്നാണ്ടില്ലേ? ആദ്യത്തെ പെണ്ണെ ജീവനെ കൊണ്ട് രക്ഷപ്പെട്ടത് നന്നായി, അല്ലെങ്കിൽ അതിന്റെ ഗതി ഇത് തന്നെയായനെ. പക്ഷേ ആ പെണ്ണ് കയറി തൂങ്ങിയതല്ലേ? പണി പോയെന്നോ മറ്റോ പറഞ്ഞോണ്ട് കഴിഞ്ഞ മാസവും ആ പെണ്ണ് കൈനരമ്പ് മുറിച്ചായിരുന്നല്ലോ. അതെ, പുഷ്പഗിരിയിലെ നേഴ്സായി ജോലി ചെയ്തിരുന്ന ടിഞ്ചുവിന് 1.5 മാസം മുൻപാണ് ആ ജോലി നഷ്ടമാകുന്നത്. ആ വിഷമത്തിന് പുറത്ത് ടിഞ്ചു ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതുമാണ്. ടിജിന്റെയും ഔസേപ്പച്ചന്റെയും മനസ്സിൽ അത് തന്നെയായിരുന്നു. അല്ലാതെ ഒന്നിനും സാധ്യതയില്ലല്ലോ. അപ്രകാരം തന്നെ ടിജിൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു. സാഹചര്യ തെളിവുകൾ ഒന്നും തന്നെ നശിപ്പിക്കപ്പെടരുതല്ലോ എന്നോർത്ത് നാട്ടുകാരും ടിജിനും ഒന്നും തന്നെ വീടിനകത്തേക്ക് കയറാതെ പോലീസ് എത്താൻ കാത്തിരുന്നു. 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെത്തി. എന്നാൽ
ക്രൈം സീനിലെത്തുന്ന ഏതൊരു പോലീസുകാരനും ആദ്യം ചെയ്യുക സാഹചര്യ തെളിവുകൾ ശേഖരിക്കുക, ക്രൈം സീൻ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ള പ്രോസസ്സുകളാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ആ മുറിക്കകത്തും അങ്ങോട്ടേക്കുമായുള്ള വഴികളിൽ കണ്ടതെല്ലാമായിട്ടുള്ള സാധനങ്ങൾ വലിച്ചു വാരി മാറ്റുന്നു. പലതും ഒരു മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് തള്ളി നീക്കുന്നു. അതിനു പുറമെ തൊട്ടടുത്ത നിമിഷം അവിടെ കൂടി നിന്ന മൃതശരീരത്തിന്റെ ഫോട്ടോ എടുത്ത എല്ലാവരുടെയും ഫോണുകളിൽ നിന്നും പോലീസ് ആ ഫോട്ടോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്തോ കരുതി കൂട്ടി വന്നതുപോലെ. പിന്നെ ഒട്ടും വൈകാതെ റൂം സീൽ ചെയ്ത ടിജിനൊരു താക്കീതും കൊടുത്ത് വന്ന പോലെ തന്നെ ജീപ്പിൽ കയറി ഒരൊറ്റ പോക്ക്. വന്നതും പോയതും കാറ്റുപോലും അറിഞ്ഞില്ല എന്ന് പറയുന്ന കണക്ക് എന്തിനോ വന്നു പോയതുപോലൊരു പോക്ക്. പക്ഷേ SI ഷെരീഫ് അവിടം വിടുന്നതിന് മുൻപ് പറഞ്ഞ ആ വാക്കുകൾ, അത് ടിജിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി. ടിജിനല്ലേ? അപ്പൊ പറഞ്ഞു വന്നത്, ഇവളക്കൊന്ന് കെട്ടിത്തൂക്കിയതിന് നിന്നെ പിടിച്ച് അഴിയെണ്ണീക്കാൻ ഞാൻ വരുന്നുണ്ട്. ഇന്നെന്തായാലും നീ ഇവക്ക് കാവലിരിക്കേ. രാത്രി പോലീസുകാരും കുറവാണ്. പിന്നെ റൂം സീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കഥയില്ലാത്ത ജനൽ വഴി വല്ല പാറ്റയോ പൂച്ചയോ മാന്താതെ നോക്കിയാൽ മതി. ഇനി അഥവാ മാന്തിയ പിന്നെ പറയണ്ടല്ലോ. നാട്ടുകാരുടെ നോട്ടങ്ങളും പോലീസുകാരുടെ അർത്ഥം വെച്ചുള്ള വർത്തമാനവും തന്നെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്നതായി ടിജിന് ഏറെക്കുറെ വ്യക്തമായി. എന്നാൽ അതിലുപരി ആ മനസ്സ് നിറയെ അവളായിരുന്നു, ടിഞ്ചു, തന്റെ കളിക്കൂട്ടുകാരി. പന്ത്രണ്ട് വർഷത്തോളം പ്രണയിച്ചു നടന്നവൾ. ഒരിക്കൽ വിവാഹത്തിനായി ഒരുങ്ങുന്നതിനിടയിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റാർക്കോ മുന്നിൽ തല നീട്ടേണ്ടി വന്നവൾ. ഒടുവിൽ അത് തെറ്റായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു തന്നിലേക്ക് തന്നെ പറന്നു വന്നവൾ. ഇപ്പോഴിതാ എന്താണെന്നോ ഏതാണെന്നോ പറയാതെ ഒരു വാക്കുപോലും മിണ്ടാതെ തന്നിൽ നിന്നും അകന്നു പോയവൾ. ആ ജനലിലൂടെ അവൻ അവളെ ഒന്നുകൂടി നോക്കി. ഹലോ, ടിജിനല്ലേ? 10:30 സ്റ്റേഷൻ വരെ വരണം. നിന്റെ അപ്പനെ കൂടെ കൂട്ടിക്കോ. ടിഞ്ചുവിന്റെ സംസ്കാരം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ചോദ്യം ചെയ്യൽ. അതൊന്ന് കഴിഞ്ഞിട്ട് വരാമെന്ന ടിജിന്റെ ആവശ്യത്തെയൊന്നും മുഖവിലക്കെടുക്കാൻ പെരുമ്പട്ടി പോലീസ് ഒരുക്കമല്ലായിരുന്നു. കാരണം അവർക്ക് തിടുക്കമായിരുന്നു. ടിഞ്ചുവിന്റെ മരണം അതൊരു ആത്മഹത്യയാക്കി ഒതുക്കണം. അതിന്റെ പഴി ടിജിന്റെ മേൽ അടിച്ചേൽപ്പിച്ച് പണി എളുപ്പമാക്കണം. ഇതിൽ രണ്ടാമത്തേതിനായിരുന്നു അവർ മുൻതൂക്കം കൊടുക്കുകയും ചെയ്തിരുന്നത്. എടുത്തു പറഞ്ഞാൽ SI ഷെരീഫ്. എടാ ടിജിനെ, നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നുകിൽ നിനക്ക് കുറ്റമേൽക്കാം, അല്ലെങ്കിൽ നീ ഒരു 50,000 രൂപ ഈ മേശപ്പുറത്തെത്തിച്ചോ. നിന്നെ പുഷ്പം പോലെ ഞാൻ ഉരുത്തരാം. ഇത് കേട്ട ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ടിജിന് ആ ട്രാപ്പ് കൃത്യമായി തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് വഴങ്ങാൻ ടിജിൻ തയ്യാറായില്ല. ഉടനെ തന്നെ SI ഷെരീഫ് അടുത്ത വഴി തേടി. ശരി, 50,000 രൂപ എടുക്കാനില്ലെങ്കിൽ വേണ്ട. നിന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു സാധനം കണ്ടിരുന്നു. അതാണ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതായാലും മതി. ആ ഹോം തിയേറ്ററെ അത് നീ എന്റെ വീട്ടിലെത്തിച്ചോ. നിന്റെ കാര്യം ഞാൻ ഏറ്റു. തികഞ്ഞ അവജ്ഞ കലർന്ന ഒരു നോട്ടം. അതായിരുന്നു ടിജിന്റെ മറുപടി. SI ഷെരീഫിന് അതൊട്ടും തന്നെ പിടിച്ചില്ല എന്നെടുത്ത് പറയേണ്ടതില്ലല്ലോ. എന്നാൽ തൊട്ടടുത്ത നിമിഷം ടിജിൻ ബോധമറ്റ് നിലത്തേക്ക് വീണു. പ്രതികാരം എന്നോണം SI ഷെരീഫ് നൽകിയ 2 കാതുകളും അടച്ചുള്ള ആ 2 കൈകളും ചേർത്തുള്ള ആ അടി, അത് അപ്രതീക്ഷിതമായിരുന്നു. പിന്നീട് അങ്ങോട്ട് പീഡനമുറകളുടെ ഘോഷയാത്രയായിരുന്നു ആ പോലീസ് സ്റ്റേഷൻ കണ്ടത്. ബൂട്ടിട്ട് അടിനാഭിക്കുള്ള തൊഴികൾ, എല്ലുകൾ തിരഞ്ഞു പിടിച്ച് ഉരുണ്ട റോൾ കൊണ്ടുള്ള കൊടിയ മർദ്ദനങ്ങൾ, മണിക്കൂറുകൾ നീണ്ട കസ്റ്റഡി മർദ്ദനം. ഒരിടത്ത് മരണപ്പെട്ട ടിഞ്ചു പള്ളി സെമിത്തേരിയിൽ 6 അടി മണ്ണിൽ ഇടം കണ്ടെത്തുമ്പോൾ മറ്റൊരിടത്ത് ടിഞ്ചുവിനെ ഒരു നോക്ക് കാണാൻ പോലും ആകാതെ ടിജിൻ കൊടിയ കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് രക്തം ഛർദ്ദിച്ച് തീർത്തും അവശനായി തീർന്ന ടിജിനെയും വാരിയെടുത്ത് ഔസേപ്പച്ചനും നസീറും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവിടം കൊണ്ടും തീർന്നില്ല SI ഷെരീഫിന്റെ പീഡനം.
തനിക്കെതിരെ ഒരു വാക്കുച്ചരിച്ചാൽ പിന്നെ നീ നേരെ നിൽക്കില്ല എന്ന ഭീഷണി ശബ്ദവുമായി അയാൾ അവിടെയും ചെന്നു, ആ ആശുപത്രി കിടക്കയിൽ. നിനക്ക് ഷെരീഫിനെ അറിയാൻ പാടില്ല. എന്നോട് കളിച്ച നീ വിവരറിയും കേട്ടോടാ ടീജിനെ. ഒടുവിൽ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് ബലം പ്രയോഗിച്ചുകൊണ്ടാണ് ആ ആശുപത്രിയിൽ നിന്നും SI ഷെരീഫിനെ ഇറക്കിവിടുന്നത്. ടിജിൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ചോ, ശരീരത്തിന്റെ വേദനയൊക്കെ ഒരുവിധം സഹിക്കാം. പക്ഷെ ഈ ചുറ്റുമുള്ളവർ തരുന്നൊരു വേദന ഉണ്ടല്ലോ, അതാണ് താങ്ങാൻ പറ്റാത്തത്. അതെ, ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയ ടിജിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അന്നുവരെ നാട്ടുകാർക്ക് ടിജിനെ സംശയം മാത്രമായിരുന്നെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യലോടെ ടിജിൻ തന്നെ കുറ്റവാളി എന്നവർ ഉറപ്പിച്ചു. കടകളിൽ നിന്നും സാധനം കൊടുക്കാതെയായി. ഒരു പാവം പെണ്ണിനെ കൊന്നു കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്തെന്നും പറഞ്ഞ ബന്ധുക്കൾ പോലും അടുപ്പിക്കാതെയായി. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ ആ നാട്ടിൽ ആരും ഒരുക്കമല്ലാതായി. അപ്പോഴെല്ലാം നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നതും നാട്ടുകാരോട് മറുത്തു നിന്നതും രണ്ടു പേർ മാത്രമായിരുന്നു. ഒന്ന് ഈ ഇടവക വികാരിയും മറ്റൊന്ന് നെയ്മോൻ എന്ന നസീറും. ടിഞ്ചുവിനെ അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ കേരള പോലീസും ടിഞ്ചുവിന്റെ വീട്ടുകാരും സമ്മതിക്കാതിരുന്നപ്പോൾ ആ കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിക്കാനും അവൾക്കൊപ്പം ഇരിക്കാനും അനുമതി നൽകിയത് അദ്ദേഹമായിരുന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തെളിയുന്നതുവരെ കാത്തിരിക്കാൻ പറഞ്ഞതും അവൻ തെറ്റുകാരനാണെന്ന് തെളിയുന്നിടം വരെ അവനെ ആരും കല്ലെറിയണ്ട എന്ന് പറഞ്ഞ് സംരക്ഷണവുമായി മാറിയ തണലായിരുന്നു ആ വൈദികൻ. മറ്റൊന്ന് നസീറായിരുന്നു. ടിഞ്ചുവിന്റെ മരണത്തിന് തൊട്ടു മുൻപ് അയാളും ഉണ്ടായിരുന്നല്ലോ അവിടെ. അയാളും കണ്ടതാണ് എത്ര സന്തോഷത്തോടെയാണ് അവർ പിരിഞ്ഞതെന്ന്. നാട്ടുകാരെല്ലാം ടിജിനെ കൊലയാളിയായി മുദ്ര കുത്തിയപ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിച്ച ഏക സ്വരം അത് നസീറിന്റേതായിരുന്നു. സാറേ, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 10 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. ഞാൻ കാണുമ്പോൾ അവർ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നതും മറ്റൊക്കെയാണ് കണ്ടത്. അങ്ങനെയുള്ളപ്പോൾ ടിജിനെ എങ്ങനെയാ സാറേ അവരെ കൊല്ലുക? എനിക്കറിയില്ല സാറേ. പിന്നീടത് നസീറിന് തന്നെ പലകുറി തലവേദനയാവുകയും ചെയ്തിരുന്നു. നിരന്തരമായ ചോദ്യം ചെയ്യലുകൾ, സാക്ഷി പറച്ചിലുകൾ, അതിനുവേണ്ടി പല ദിവസത്തെ പണി കളയേണ്ടി വരുന്ന സാഹചര്യം. ആ പരിഭവം ഇടയ്ക്കിടെ അയാൾ ടിജിനോട് പങ്കുവെച്ചുവെങ്കിലും നസീർ അയാളുടെ വാക്കുകളിൽ ഉറച്ചു തന്നെ നിന്നു. എന്നാൽ അയാളുടെ വാക്കുകൾ, നസീറിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ ആരും ഒരുക്കമായിരുന്നില്ല. കാരണം എല്ലാവർക്കും ടിജിനെ പ്രതിയാക്കാനായിരുന്നു തിടുക്കം. ഇനി ടിജിന് മുന്നിലെ ഏക പ്രതീക്ഷ, തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഏക പോം വഴി, അത് ടിഞ്ചുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്നും മാത്രമാണ്. എന്നാൽ അവിടെ ടിഞ്ചുവിൻ്റെത് ഒരു ആത്മഹത്യയാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ടിജിനെ കൂടാതെ ആത്മഹത്യ തന്നെ എന്ന് എഴുതി വെക്കുക പോലും ചെയ്ത പെരുമ്പട്ടി പോലീസിന്റെയും പ്രതീക്ഷകൾ അവിടെ തെറ്റി. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: തലക്കേറ്റ ക്ഷതമാണ് ടിഞ്ചു എന്ന ആ 26-കാരിയുടെ മരണകാരണമായി. അതിനു പുറമെ ശരീരത്തിൽ മാത്രം 53 മുറിവുകളും ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ വേറെ. ഇതോടെ കേസിന്റെ ഗതി ഞൊട്ടിയിട കൊണ്ട് മാറി. ടിജിന്റെ മേലുള്ള കുരുക്ക് മുറുകി. വിശ്വസിച്ചവർ പോലും ടിജിനെ അവിശ്വസിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ടിജിൻ തന്നെയോ കൊലയാളി? എന്തിന് ടിജിൻ അത് ചെയ്തു? ഇത്രയേറെ നാടകം കളിച്ചു. ചോദ്യങ്ങൾ പലതും പൊന്തി വന്നു. എന്നാൽ അതിലൊന്നിനു പോലും കൃത്യമായൊരു ഉത്തരം നൽകാൻ പോലീസിനായില്ല, ലോക്കൽ പോലീസിനായില്ല. ഇതോടെ ടിഞ്ചുവിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തു. ടിജിനും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടിജിനും കോടതിയെ സമീപിച്ചു. അങ്ങനെ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക്. ഒച്ചിഴയുന്നതിലും ലാഘവത്തിൽ പോയിക്കൊണ്ടിരുന്ന ടിഞ്ചു വധക്കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ വരവോടെ ഊർജിതമായി. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ, വിശ്വാസയോഗ്യമായ സാക്ഷിമൊഴികൾ ഇല്ലാതിരുന്ന, വേണ്ട രീതിയിൽ പെരുമ്പട്ടി പോലീസ് തെളിവുകൾ ശേഖരിക്കാതിരുന്ന, കൊന്നതോ കൊല്ലിച്ചതോ എന്ന് പോലും ഉറപ്പില്ലാതിരുന്ന ആ കേസിൽ സംശയ പട്ടികയിലുള്ളവർ നിരന്തരം ചോദ്യം ചെയ്യപ്പെട്ടു. ശാസ്ത്രീയമായ തെളിവുകൾ അവിടെ ശേഖരിക്കപ്പെട്ടു. ഒടുവിൽ ആ ഉത്തരം കിട്ടി. കാത്തിരുന്ന ആ ഉത്തരം.
റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ടിഞ്ചു വധക്കേസിൽ നിർണായക വഴിത്തിരിവ്. സുപ്രധാന തെളിവുകളുമായി ക്രൈംബ്രാഞ്ച്. കോട്ടാങ്ങൽ ടിഞ്ചു വധക്കേസിലെ പ്രതി പിടിയിൽ. കൊലയാളി പിടിയിലായത് ക്രൈംബ്രാഞ്ചിന്റെ തന്ത്രപരമായ നീക്കത്തിൽ. സാർ ആരാണ് പ്രതി? എങ്ങനെയാണ് ടിഞ്ചുവിന്റെ കൊലയാളിയിലേക്ക് എത്താനായത്? ഏതൊരു ക്രൈമിനിടയിലും അത് തെളിയിക്കാൻ പാകത്തിനൊരു തെളിവ്, എ ഗോൾഡൻ എവിഡൻസ്, അതുണ്ടാവും. അത്തരത്തിലൊന്ന് ഈ കേസിലുമുണ്ടായിരുന്നു. കുരുക്കായി മാറിയ ഒരു കുരുക്ക്. ടിജിനെയും ഔസേപ്പച്ചനെയും കൃത്യമായ ഇടവേളകളിൽ ചോദ്യം ചെയ്തതുപോലെ മറ്റു 3 പേരെ കൂടി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വന്നിരുന്നു. ആ വീട്ടിൽ നിന്നും അവസാനം അവർക്കൊപ്പം അവിടെ നിന്നും ഇറങ്ങിയ നസീറും അതേസമയം ആ പ്രദേശത്തേക്കെത്തിയ മറ്റു 2 പേരും. എന്നാൽ പലപ്പോഴായി തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും വേണ്ടത് കൃത്യമായി ക്രൈംബ്രാഞ്ചിന് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രതാപൻ നായർക്ക് തോന്നിയ ചെറിയൊരു സംശയം ആ കേസ് തെളിയാൻ പാകത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുന്നത്. ടിഞ്ചുവിന്റെ മരണസമയത്തെ ആ ഫോട്ടോഗ്രാഫ്സ്, അതിൽ കണ്ട ഒരു അസ്വാഭാവികത, അതിലുണ്ടായിരുന്നു എല്ലാത്തിനുമുള്ള ആ ഉത്തരം. ആ മുറിയിൽ ടിഞ്ചു തൂങ്ങി നിൽക്കുകയാണ്. എന്നാൽ ആ 2 കാലുകളും കട്ടിലിൽ മുട്ടി ശരീരം ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഹുക്കിലേക്ക് കൈയെത്തിക്കാൻ ടിഞ്ചുവിന് അതിനും വേണ്ടും പൊക്കമില്ല. ആ ഹുക്കിലൂടെ സ്വയം കുരുക്കിടാൻ ആ മുണ്ടെടുക്കണമെങ്കിൽ അവിടെ സ്റ്റൂള് പോലുള്ള എന്തെങ്കിലും ഒന്ന് വേണം. അതേ മുറിയിൽ ഒരു ബക്കറ്റുണ്ട്. എങ്കിൽ പോലും ടിഞ്ചുവിന് ആത്മഹത്യ ചെയ്യാൻ ആ ബക്കറ്റ് മതിയാകില്ല. എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, അത് തൂങ്ങിയതല്ല, ആരോ കൊന്നു കെട്ടി തൂക്കിയതാണ്. അങ്ങനെ തോന്നാനും കാരണമുണ്ട്. ഈ പറഞ്ഞ ഹുക്കിൽ കെട്ട് വീണിട്ടില്ല, മറിച്ച് കഴുത്തിൽ കുരുക്കിട്ട് ആ മുണ്ടിന്റെ മറ്റേ അറ്റം കഴുത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു. കെട്ടിന്റെ രീതി വെച്ച് കഴുത്ത് ശരിക്കൊട്ട് മുറുകിയിട്ടുമില്ല. കാലാകട്ടെ നിലത്ത് മുട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ആ മരണക്കുരുക്കിലേക്ക് എത്തും മുൻപേ തന്നെ ടിഞ്ചു മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്ന ടിജിന്റെ വാദത്തിന് അടിസ്ഥാനമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വേറെ. ഇനിയാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ, ആ കുരുക്ക്. അത്ര പെട്ടെന്നൊന്നും ആർക്കും തീർക്കാനോ അഴിച്ചെടുക്കാനോ പറ്റാത്ത ചില പ്രത്യേക വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രം കെട്ടാൻ കഴിയുന്ന ആ കുരുക്ക്. അവിടെ പോലീസിന് പ്രതിയുടെ ഏകദേശ ചിത്രം കിട്ടിക്കഴിഞ്ഞിരുന്നു. ഇതിനു പുറമെ മൃതദേഹത്തിന്റെ നഖത്തിൽ നിന്നും ശേഖരിച്ച ചർമ്മത്തിന്റെ സാമ്പിളും യുവതിയുടെ സ്വകാര്യ ഭാഗത്തു നിന്നും ലഭിച്ച സ്രവവും DNA പരിശോധനയ്ക്ക് സംശയ പട്ടികയിലുള്ളവരുടെ സാമ്പിളുകൾക്കൊപ്പം അയക്കുകയും ആ ഫലം കൂടി പുറത്തു വരികയും ചെയ്തതോടെ പ്രതിക്കൂട്ടിൽ ആരെ നിർത്തണമെന്ന കാര്യത്തിൽ തീരുമാനമായി. തൊട്ടടുത്ത ദിവസം ക്രൈംബ്രാഞ്ച് അയാളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ചോദ്യം ചെയ്യാനെന്ന മട്ടിൽ അതേ മുറിയിൽ അതേ ഇൻട്രോഗേഷൻ ടേബിളിന് തൊട്ടുമുന്നിലെ ചെയറിൽ അയാളിരുന്നു. അപ്പൊ എങ്ങനെ ടിജിനെ, എല്ലാം പറയുമല്ലേ? സാറേ, ഞാനല്ല. ഇത്രയും പറഞ്ഞിട്ട് സാറിന് മനസ്സിലാവുന്നില്ലേ? പേടിക്കണ്ടടാ, നിന്നെ വിളിച്ചത് ചോദ്യം ചെയ്യാനോ പ്രതിയാക്കാനോ അല്ല. പ്രതി ആരാന്ന് കാണിച്ചു തരാനാണ്. നിനക്ക് കാണണ്ടേ ആരാന്ന്? ടിജിനുമായി അവർ തൊട്ടടുത്ത മുറിയിലേക്കെത്തി. അവിടെ ആ മേശയിൽ തല ചായ്ച്ചിരുന്ന മനുഷ്യനെ കണ്ട ടിജിൻ ഞെട്ടിത്തരിച്ചു. അതെ, അത് മറ്റാരുമായിരുന്നില്ല, വിശ്വസ്തനെ പോലെ ആശ്വാസം എന്ന പോലെ കൂടെ നിന്ന ആട്ടിൻ തോലിട്ട ആ ചെന്നായയായിരുന്നു നസീർ എന്ന നെയ്മോ. ഡിസംബർ 15 ടിഞ്ചു മരണപ്പെട്ട ദിവസം. നസീർ അവിടെ എത്തിയത് തടി നോക്കാനായിരുന്നെങ്കിലും അടുത്ത മണിക്കൂറുകളിൽ ആരും തന്നെ അവിടെ കാണില്ല എന്ന സത്യം അയാൾ മനസ്സിലാക്കിയിരുന്നു. ടിഞ്ചുവിനെ കണ്ടതും അയാൾക്ക് തോന്നിയ വല്ലാത്തൊരാകർഷണം അവളെ എങ്ങനെയും കീഴ്പ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തിലേക്ക് എത്തിച്ചിരുന്നു കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഇതുതന്നെ തക്കം എന്ന് മനസ്സിലാക്കിയ നസീർ അപ്പോൾ ടിജിനൊപ്പം അവിടെ നിന്നും പോന്നെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മദ്യപിച്ച തിരികെ ടിജിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. കുടിക്കാൻ വെള്ളം ചോദിച്ച് ടിഞ്ചുവിനൊപ്പം കൂടിയ നസീർ പെട്ടെന്നായിരുന്നു തന്റെ തനി സ്വരൂപം പുറത്തെടുത്തത്. അയാൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചതോടെ ടിഞ്ചു കുതറി മാറി അകത്തെ മുറിയിലേക്ക് ഓടിക്കയറി. എന്നാൽ മുറിയിൽ കയറി കതകടയ്ക്കാൻ ശ്രമിക്കുന്നതിന് മുൻപേ അയാൾ ടിഞ്ചുവിനെ തള്ളി താഴെയിട്ടു. കീഴ്പ്പെടുത്താൻ പിന്നെ അയാൾക്ക് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ടിഞ്ചുവിന്റെ തല കട്ടിലിൽ ഇടിപ്പിക്കുക. അതോടെ ടിഞ്ചുവിന്റെ ബോധമറ്റു. ശേഷം നസീർ അയാളുടെ പൈശാചിക രൂപം പുറത്തെടുത്തു എന്ന് തന്നെ പറയാം.
അയാൾ ടിഞ്ചുവിനെ മാരകമായി ഉപദ്രവിച്ചു. അതും സ്വകാര്യ ഭാഗത്തെ മാംസമടക്കം ഇളകി പോകുന്ന തരത്തിൽ, അത്ര ഹീനമായി. ഇതിനുശേഷമാണ് അയാൾ ടിഞ്ചുവിനെ കെട്ടിത്തൂക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ കുരുക്കായി മാറിയത് എങ്ങനെയെന്നല്ലേ? ആ കുരുക്ക് അത്ര പെട്ടെന്നൊന്നും ആർക്കും ഇടാനോ അഴിച്ചെടുക്കാനോ കഴിയാത്ത തരം ഒരു കുരുക്കായിരുന്നു. എടുത്തു പറഞ്ഞാൽ തടിപ്പണിക്കാർ മാത്രം ഉപയോഗിക്കുന്ന തരം ഒരു കെട്ട്. അത് കണ്ടതോടെയാണ് ക്രൈംബ്രാഞ്ചിന് പ്രതിയുടെ ചിത്രം തെളിയുന്നത്. പിന്നെ ടിഞ്ചുവിന്റെ നഖത്തിൽ നിന്നും കിട്ടിയതും സ്വകാര്യ ഭാഗത്തുണ്ടായിരുന്നതുമായിട്ടുള്ള സ്രവവും എല്ലാം പരിശോധനയ്ക്ക് അയക്കാനായി നസീറിന്റെ DNA എടുക്കാൻ നേരം അയാൾ വിസമ്മതിച്ചതും നാട് വിടാൻ ശ്രമിച്ചതും എല്ലാം ആയതോടെ ക്രൈംബ്രാഞ്ചിന് കാര്യം വ്യക്തമായി. ആ ഹീനമായ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരുമല്ല, ആട്ടിൻ തോലിട്ട ചെന്നായിയെ പോലെ കൂടെ നടന്ന നസീർ തന്നെയാണെന്ന് ടിജൻ ഒരിക്കൽ പോലും അത്തരമൊരു സാധ്യത സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. കാരണം തന്നെ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും കുറ്റവാളി എന്ന് മുദ്ര കുത്തിയപ്പോഴും കൂടെ നിന്നതും ഉള്ളതുപോലെ പറഞ്ഞതും നസീർ മാത്രമായിരുന്നല്ലോ. ടിഞ്ചുവിന്റെ സംസ്കാരം മുതൽ കേസിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവസാനം വരെയും കൂടെ നിന്നൊരാൾ തന്റെ എല്ലാം ആയിരുന്നവളുടെ ഘാതകനായിരുന്നെന്ന് സംശയിക്കുന്നത് എങ്ങനെ? അവിടെയാണ് അയാൾ രക്ഷപ്പെട്ടത്. പക്ഷേ ലോക്കൽ പോലീസ് ആത്മഹത്യ എന്ന് എഴുതിത്തള്ളിയ കേസിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തവും, ബലാത്സംഗത്തിന് 10 വർഷവും, വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷവും, അതിനു പുറമെ 3.5 ലക്ഷം രൂപയും കോടതി നസീറിന് ശിക്ഷ വിധിച്ചു. ഇതിനിടയിൽ ടിജിനെ വേട്ടയാടിയ SI ഷെരീഫിനും കിട്ടി സസ്പെൻഷൻ. നീതി നടപ്പാക്കപ്പെട്ട നാളുകൾ. കൊലയാളി എന്ന മുദ്ര കുത്തപ്പെട്ട ടിജിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ട ദിനങ്ങൾ. പ്രണയനഷ്ടത്തിന്റെയും പ്രണയ ദുരന്തത്തിന്റെയും കഥ കോറിയിടുന്ന കൊട്ടാങ്ങൽ ടിഞ്ചു മൈക്കിൾ വധക്കേസ് എക്കാലവും ഒരു പാഠമാണ്. കുറ്റവാളികൾ പോലും അറിയാതെ അവരുടെ രീതികൾ അവരെ കുടുക്കും എന്ന വലിയ പാഠം. സത്യം എന്നാകിലും വെളിച്ചം കാണുക തന്നെ ചെയ്യുമെന്ന വലിയ പാഠം. പത്തനംതിട്ട കോട്ടാങ്ങലിൽ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം കെട്ടിത്തൂക്കിക്കൊന്ന പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കോട്ടങ്ങൽ സ്വദേശി നസീറിന് ശിക്ഷ വിധിച്ചത്. കൊലപാതകത്തിന് ജീവപര്യന്തവും, ബലാത്സംഗത്തിന് 10 വർഷവും, വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷവുമാണ് ശിക്ഷ വിധിച്ചത്. അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 50-ലധികം പരിക്കുകൾ യുവതിയുടെ ദേഹത്തുണ്ടായിരുന്നുവെന്ന് സൂചിപ്പിച്ചിരുന്നു. ടിജോ ജോസഫിന്റെ വീട്ടിൽ നിത്യസന്ദർശകനായിരുന്ന ആ പ്രദേശവാസി നസീറിനെ കേന്ദ്രീകരിച്ച് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിച്ചു. യുവതിയെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച കെട്ട് മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു. പ്രതി നസീർ തടിക്കച്ചവടക്കാരനായിരുന്നു. ടിജോ ജോസഫിന്റെ ഡബിൾ മുണ്ടിലാണ് പ്രതി യുവതിയെ കെട്ടിത്തൂക്കിയത്. പ്രതിക്ക് വധശിക്ഷ കിട്ടണമെന്നാണ് താൻ ആഗ്രഹിച്ചതെന്ന് ടിജോ ജോസഫ് പറഞ്ഞു. 3.5 ലക്ഷം രൂപ പ്രതി നസീർ യുവതിയുടെ ജീവിത പങ്കാളി ടിജോ ജോസഫിന് നൽകാനും കോടതി ഉത്തരവിട്ടു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.